ഗുഡ് മോർണിംഗ് ജോബനെ. എടാ, ഇന്നലത്തെ ഒരു ഇൻവോയ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എടാ, ആ കസ്റ്റമർക്ക് ചില്ലിയുടെ പ്രൈസിങ്ങിന് ഒരു വ്യത്യാസമുണ്ട്, അത് റോങ്ങാണ്. ഞാനത് കറക്റ്റ് ചെയ്ത് നിനക്ക് അയച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി ഇൻവോയ്സ് റിവൈസ് ചെയ്യാമോ? കാരണം എന്തൊക്കെയുണ്ട്? ഓക്കേടാ, ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു. ബിസിനസിന്റെ ഒരു കീ പോയിന്റ് എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതാണ് എല്ലാ ബിസിനസിന്റെയും നിലനിൽപ്പിന്റെ പ്രധാന ഘടകം. ന്യൂസിലൻഡിൽ 10 വർഷമായി ബിസിനസ് ചെയ്യുന്ന എനിക്ക് എന്റെ കീ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്റെ റൈറ്റും ലെഫ്റ്റും എന്റെ കട്ടയ്ക്ക് എന്നെ മനസ്സിലാക്കി എന്റെ കൂടെ ഇരിക്കുന്ന സ്റ്റാഫുകളാണ്. ഇത്രയും വർഷത്തിനിടയ്ക്ക് പല റീജിയനിലുള്ള മെയിലും ഫീമെയിലുമായിട്ടുള്ള 20ഓളം സ്റ്റാഫുകൾ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോഴും എന്നോട് നല്ല സ്നേഹബന്ധം പുലർത്തുന്നു. എന്നാൽ 1-2 സ്റ്റാഫ് മാത്രമേ ഉള്ളൂ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് പെട്ടെന്ന് ഇവിടുന്ന് വിട്ടുപോയത്. അതിന് കാരണം അവർക്ക് ഈ സ്ഥാപനത്തോട് ഒരു ആത്മാർത്ഥത നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ അവരെയും വെച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. മിസ്റ്റേക്ക് സംഭവിക്കാത്ത ആരുമില്ല. എന്ത് മിസ്റ്റേക്ക് പറ്റിയാലും അത് ഷെയർ ചെയ്യുകയോ അക്നോളജ് ചെയ്യുകയോ എന്നാൽ മാത്രമേ എനിക്ക് അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റൂ. അതാണ് ഞാൻ എന്റെ സ്റ്റാഫിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ അവരോട് എപ്പോഴും പറയാറുള്ളത്, ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായി കരുതുക. ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ രണ്ടുപേരുടെ ആവശ്യമാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുക. സ്റ്റാഫും എംപ്ലോയറും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതാണ് ബിസിനസിന്റെ ഏറ്റവും വലിയ സക്സസ്.